Hi Abibi. Visualization. It's a more powerful tool to a successful person എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നാളെ ആരായിത്തീരണം എന്നുള്ളത് ഇന്നേ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിന് റെഡിയായി വി വിൽ റീച്ച് ദർ എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം 2 തവണ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന്, അതുണ്ടാക്കുന്ന ആളുടെ മൈൻഡിൽ ഫസ്റ്റ്, ദെൻ ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. ഇതാണ് സത്യം. ഇപ്പോൾ ലോകത്തിലെ ഏത് വലിയ ബിൽഡിങ്ങുകൾ, ദുബായിലെ ബുർജ് ഖലീഫ ഇപ്പോൾ ചിന്തിച്ച് നോക്കൂ. ആ ബുർജ് ഖലീഫ 2 തവണ ഉണ്ടായത്. ഒന്ന്, അത് ഉണ്ടാക്കുന്ന ആർക്കിടെക്ചറിൻ്റെ മൈൻഡിൽ, രണ്ടാമതാണത് ഇവിടെ റിയൽ ആയിട്ടുണ്ടായിട്ടുള്ളത്. സോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോർ പവർഫുൾ ടൂൾ ടു അച്ചീവ് എ പർട്ടിക്കുലർ ഗോൾ. കാരണം നമ്മൾ എങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യുന്നോ, അതിന് എത്രയ്ക്ക് നമുക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഗോളുകളും നമ്മുടെ അച്ചീവ്മെൻറ്റ്സുകളും നമ്മുടെ സക്സസ്സും വളരെ ഈസിയായി നമ്മളിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ് ചരിത്രങ്ങളും എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. സോ എന്താണോ നിങ്ങൾക്കായിത്തീരേണ്ടത്, ആരാണോ നിങ്ങൾ, ഏത് മേഖലയിലാണോ സക്സസ്ഫുൾ ആവേണ്ടത്, എന്താണ് നിങ്ങളുടെ എൻഡ് റിസൾട്ട്, അത് ഇപ്പോഴേ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഏത് രൂപത്തിലാണോ ആവുന്നത് അത് വിഷ്വലൈസ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. യു വിൽ റീച്ച് ദ ഡെഫിനറ്റ്ലി വിത്തിൻ എ ടൈം ഫ്രെയിം. എൻജോയ് ദ ലൈഫ്, ഹാപ്പി മൈൻഡ്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ.